ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം ആരണ്യകാണ്ഡത്തിലെ 45-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ മാനിൻ്റെ രൂപത്തിൽ വന്ന മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ അലറുന്നത് കേട്ടുകൊണ്ടാണ് അവസാനിച്ചത്. ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് നിലവിളിച്ചുകൊണ്ട് രാക്ഷസൻ മരിച്ചു വീണു. മായാവി ആയതുകൊണ്ട് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ആ ലക്ഷ്മണനെയും സീതയെയും വിളിക്കുവാൻ രാക്ഷസന് കഴിഞ്ഞു. ആർത്തനാദം കേട്ടുകൊണ്ട് ഭർത്താവിൻ്റെ സ്വരമാണ് എന്ന് കരുതി സീത ലക്ഷ്മണനോട് വേഗം ചൊല്ലൂ, ശ്രീരാമനെ അന്വേഷിക്കൂ എന്ന് പറയുന്നതോടുകൂടിയാണ് 45-ാമത് സർഗം ആരംഭിക്കുന്നത്. ആ സീത പറഞ്ഞു, എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല, വളരെ വേദനയോടുകൂടി നിലവിളിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടിരിക്കുന്നു. ആ വനത്തിലെ നിലവിളിക്കുന്ന ജ്യേഷ്ഠനെ വേഗം ചെന്ന് രക്ഷിക്കൂ ലക്ഷ്മണ, ആശ്രയം തേടുന്ന ജ്യേഷ്ഠനടുത്തേക്ക് ഓടിച്ചെല്ലൂ എന്ന് സീത വീണ്ടും പറഞ്ഞു. ആ സിംഹങ്ങളുടെ ഇടയിൽപ്പെട്ട അല്ലെങ്കിൽ സിംഹത്തിൻ്റെ പിടിയിൽപ്പെട്ട ആ കാളയുടെ അവസ്ഥയാണ് ആ ശ്രീരാമന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ രാമനടുത്തേക്ക് ചെല്ലൂ. ആ ശ്രീരാമൻ പുറപ്പെട്ടപ്പോൾ നൽകിയ നിർദ്ദേശമനുസരിച്ച് സീതയുടെ ഈ ഭാഷണം കേട്ടിട്ടും ലക്ഷ്മണൻ അനങ്ങിയില്ല. ആ പല പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാതിരുന്നതിനാൽ സീത ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞു, സൗമിത്രേ, മിത്രരൂപത്തിലുള്ള ശത്രുവാണ് നീ അദ്ദേഹത്തിന്. ആ ജ്യേഷ്ഠൻ ഈ അവസ്ഥയിൽ എത്തിയിട്ടും നീ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ രാമൻ നശിച്ചു കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? എൻ്റെ പേരിലുള്ള അത്യാഗ്രഹം മൂലമാണോ നിനക്ക് ഈ ചിന്തകൾ വന്നത്? ആ ജ്യേഷ്ഠന് ആപത്ത് വരുന്നത് മൂലം എന്നെ നിനക്ക് സ്വന്തമാക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടോ? അതുകൊണ്ട് ആണോ ശ്രീരാമചന്ദ്രൻ്റെ നിലവിളി കേട്ടിട്ടും നീ അനങ്ങാതെ നിൽക്കുന്നത്? നീ ആർക്കു വേണ്ടിയാണോ വനത്തിലേക്ക് പുറപ്പെട്ടത്? ആ ആൾ ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ നീ എന്നൊപ്പം നിൽക്കുന്നത് കർത്തവ്യമാണോ? ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്ന സീതയോട് ലക്ഷ്മണൻ പറഞ്ഞു, പന്നകങ്ങളാലോ അസുരന്മാരാലോ ഗന്ധർവന്മാരാലോ ദേവന്മാരാലോ ദാനവന്മാരാലോ രാക്ഷസന്മാരാലോ ഭവതിയുടെ ഭർത്താവിനെ ജയിക്കാൻ കഴിയുകയില്ല. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദേവീദേവന്മാർ, മനുഷ്യർ, ഗന്ധർവന്മാർ, പക്ഷികൾ, രാക്ഷസർ, പിശാചർ, കിന്നരർ, മൃഗങ്ങൾ, ഘോര ദാനവന്മാർ മുതലായവരിൽ ഒന്നും തന്നെ രാമനോട് എതിരിടുവാൻ കഴിവുള്ളവരെ ഇല്ല. രാമനെ യുദ്ധത്തിൽ വധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഭവതി ഇങ്ങനെ പറയരുത്. ഈ കാട്ടിൽ രാമൻ ഇവിടെ ഇല്ലാതിരിക്കെ ഭവതിയെ വിട്ടുപോകുവാൻ എനിക്ക് കഴിയുകയില്ല. ബലവത്തായ സൈന്യങ്ങളോടുകൂടി പുറപ്പെട്ട 3 ലോകങ്ങളിലുമുള്ള ആരായാലും ശ്രീരാമചന്ദ്രനോട് എതിരിടുവാൻ തക്ക ശക്തി ഉള്ളവർ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഭവതി ദുഃഖം പടിഞ്ഞ് ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കണം. ഭവതിയുടെ നാഥൻ ആ മൃഗത്തെ വധിച്ച് ഉടൻ തന്നെ അദ്ദേഹം എത്തിച്ചേരും. ആ കേട്ടത് ശ്രീരാമചന്ദ്രൻ്റെ ശബ്ദമല്ല, ആ കേട്ടത് രാക്ഷസൻ്റെ മായയാണ്. രാമൻ ഭവതിയെ രക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം രാക്ഷസന്മാരുള്ള ഈ സ്ഥലത്തു നിന്ന് വിട്ടുപോകുവാൻ എനിക്ക് കഴിയുകയില്ല. ഖരൻ മുതലായ രാക്ഷസന്മാരെ വധിച്ചതുമൂലം ഇവിടെ ചുറ്റുപാടും രാക്ഷസന്മാരെ കരുതിയിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കേട്ടപ്പോൾ ക്രോധിച്ച സീത കണ്ണ് ചുവപ്പിച്ചുകൊണ്ട് പരുഷമായി ലക്ഷ്മണനോട് പറഞ്ഞു, ദുഷ്ട കഠിന ഹൃദയമുള്ളവനെ, രാമന് ആപത്ത് വരുന്നത് നിനക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ കരുതുന്നു. രാമന് ആപത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നത് ശരിയല്ല.
എപ്പോഴും ഗൂഢമായി പ്രവർത്തിക്കുന്നവരും കഠിനഹൃദയരും വിരോധികളുമായവർ പാപ പ്രവർത്തി ചെയ്യുന്നതിലെ ആശ്ചര്യമൊന്നുമില്ല. ദുഷ്ടനായ നീ രാമനെ പിന്തുടർന്ന് വന്നത് എന്നെ കണ്ടിട്ടോ അതോ ഭരതൻ പറഞ്ഞിട്ടാണോ? നിന്റെയും ഭരതൻ്റെയും ഉദ്ദേശ്യം നടക്കില്ല. രാമൻ എന്തെങ്കിലും ആപത്ത് ഉണ്ടായാൽ ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് പ്രാണങ്ങളെ ത്യജിക്കും. രാമനില്ലാത്ത ഭൂമിയിലെ ഒരു ക്ഷണം പോലും ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മണൻ കൈകൂപ്പിക്കൊണ്ട് സീതയോട് പറഞ്ഞു, ഇതിനുത്തരം പറയാൻ ഞാൻ ആളല്ല. ഭവതി എനിക്ക് ഈശ്വരി തന്നെയാണ്. കൊള്ളരുതാത്ത വാക്കുകൾ പറയുന്നത് സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ്. സ്ത്രീകൾ പൊതുവെ ധർമ്മമറ്റവരും ചപലകളും ക്രൂരകളുമാണ്. ആകയാൽ ഇത്തരം വാക്കുകൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഭവതിയുടെ ഇത്തരം വാക്കുകൾ കേട്ടു നിൽക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഇല്ല. ഈ വനവാസികളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എന്നെ ഇങ്ങനെ സംശയിക്കുന്ന ഭവതിക്ക് നാശമെടുത്തിരിക്കുന്നു. ജ്യേഷ്ഠ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. എന്നെ സംശയിക്കുന്നത് മൂലം, എനിക്കിത് കേൾക്കാൻ കഴിയാത്തത് മൂലം ഞാൻ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഭവതിക്ക് നല്ലത് വരട്ടെ. എല്ലാ വനദേവതമാരും ദേവിയെ രക്ഷിക്കട്ടെ. എന്നാൽ ഒന്ന് ദേവി മനസ്സിലാക്കണം, ഇവിടെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. രാമനോടുകൂടി തിരികെ വരുമ്പോൾ ഭവതിയെ കാണും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. എനിക്കക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അപ്പോൾ സീത വീണ്ടും പറഞ്ഞു, രാമനോട് വേർപെട്ടാലേ ഞാൻ ഗോദാവരിയിൽ ചാടി ചാകും, അല്ലെങ്കിൽ തൂങ്ങിച്ചാകും. അതും പറ്റിയില്ലെങ്കിൽ ഘോര വിഷം കുടിക്കുകയോ തീയിൽ ചാടുകയോ ചെയ്യും. വിഷമാവസ്ഥയിൽ എൻ്റെ ദേഹം എങ്ങനെയെങ്കിലും ത്യജിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്രകാരം ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ട് സീത വയറ്റത്തടിക്കുവാൻ തുടങ്ങി. ദുഃഖാർത്തയായ ആ വിശാല നേത്രയെ നോക്കിയിട്ട് ലക്ഷ്മണൻ മനം കലങ്ങിയവനായി വീണ്ടും ആശ്വസിപ്പിച്ചു. പിന്നീട് കൂപ്പുകൈയോടെ സീതയെ അഭിവാദനം ചെയ്ത് നമസ്കരിച്ച് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് രാമൻ്റെ സമീപത്തേക്ക് നടന്നു. ഇത്രയും വിവരങ്ങളാണ് ഈ സർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതിയേ നമഃ.